ഹായ്, ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല കട്ട പാലും അതുപോലെ കുറച്ച് ബൂസ്റ്റ് പൗഡറും മാത്രം മതി ഒരു ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല കട്ടയാക്കിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് കട്ടയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടയില്ലാതെ ചെയ്തെടുക്കാം കേട്ടോ. പകുതി തണുപ്പിച്ചെടുത്ത ഐസാക്കി എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഞാനൊരു തണുത്ത വെള്ളം ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബൂസ്റ്റ് പൗഡറാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. 3 ഗ്ലാസ് ഷേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതിയാവും. 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം. വേണ്ട, നല്ല ഷേക്ക് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഷേക്ക് തയ്യാറായത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിലൊന്ന് വെച്ച് കൊടുക്കുന്നത്. തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഷേക്ക് ഇവിടെ റെഡിയായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസ്കസ് കുതിർത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ കസ്കസ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ജ്യൂസ് അടിക്കുന്ന ഈ ഒരു ഷേക്ക് അടിക്കുന്ന ആ ഒരു സമയം മതി അത് കുതിർന്ന് വരാനായിട്ട്. അപ്പോൾ അതും ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ആക്കിയിട്ട് അങ്ങ് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണിത്. അപ്പോൾ ഈ ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഷേക്കാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാവും, ഉണ്ടാക്കി നോക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.